ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഇതേപോലത്തെ ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ത്രെഡും ബ്ലാക്ക് കട്ട് ബീഡ്സുമാണ്. സ്റ്റെം പോർഷനെല്ലാം ഈ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ രണ്ട് കട്ട് ബീഡ്സ് വെച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ മെറ്റീരിയലിൻ്റെ കളറ് പീച്ച് കളറാണ്. കോട്ടൺ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ എല്ലാ സ്റ്റെം പോർഷനും ആദ്യം ഈ ബീഡ്സ് കൊണ്ടിട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ബാക്കി ചെയ്യാം. ഇപ്പം ഞാൻ ഒരുവിധം എല്ലാ സ്റ്റെം പോർഷനും ബ്ലാക്ക് കട്ട് ബീഡ്സ് വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ റൗണ്ട് പോർഷനിലെ ഫ്ലവർ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായി ആദ്യം മിഡിലിൽ ഇതുപോലത്തെ വൈറ്റ് മുത്ത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ചുറ്റും ഈ ഗ്രേ കളറിലുള്ള ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. 2-3 ലെയറായിട്ടാണ് സർക്കിൾ ആ വൈറ്റ് മുത്തിന് ചുറ്റും വെച്ച് കൊടുക്കുകയാണ്. ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുകയാണ്. ആ മൊത്തത്തിൽ ചുറ്റി വരുന്നതിന് ആവശ്യമായ ബീഡ്സ് വെച്ച് കൊടുക്കണം. ഇനി അത് അങ്ങനെ ആ ഷേപ്പിന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് 3-4 ബീഡ്സ് ഇടവിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത ലെയറും ഇതുപോലെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അടുത്ത ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെയ്ത ലെയറിന് ചുറ്റുമായിട്ടാണ് അടുത്ത ലെയർ ചെയ്യേണ്ടത്. അതും ഇതുപോലെ ഇടവിട്ട് ബീഡ്സ് ഇടവിട്ട് ലോക്ക് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടതാണ്. അതിന് ചുറ്റും അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും ഒരു ലെയർ കൂടെ ചെയ്ത് കൊടുക്കുകയാണ്.
സർക്കിളിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഈ ലെയറുകളുടെ എണ്ണം ഇരിക്കുന്നത്. ചെറിയ സർക്കിളാണെങ്കിൽ 3 ലെയറൊക്കെ മതിയാവും. ഞാൻ വലിയ സർക്കിളും ചെറിയ സർക്കിളും ചേർത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ആ പൂവിൻ്റെ ചെയ്ത് വരുമ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ബാക്കിയുള്ള സർക്കിളിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാൻ എല്ലാ സർക്കിളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് ലീഫ് പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഡിസൈനിലെ ലീഫ് പോർഷൻ, അതും ഷുഗർ ബീഡ്സ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഗ്രേ കളർ ഷുഗർ ബീഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു 4-5 ബീഡ്സ് വെച്ച് ചരിച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് ലീഫിൻ്റെ മോഡലിൽ. ഇങ്ങനെ ചരിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ എല്ലാ ലീഫ് പോർഷൻസും ചെയ്തെടുക്കുക. ഞാൻ ഒരു സൈഡുള്ള ലീഫ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പോർഷൻസ് കൂടെ ചെയ്തെടുക്കണം. ഇപ്പോൾ ഫുള്ളും ലീഫും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വരും. അടുത്ത് ഇടവിട്ട് ഉള്ള സ്പേസുകളിൽ ഈ വൈറ്റ് മുത്ത് വച്ച് കൊടുക്കാൻ പോവുകയാണ്. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഇടവിട്ട് വൈറ്റ് മുത്ത് വെച്ച് കൊടുക്കുമ്പോൾ ഡിസൈനിന് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇതുപോലെ ഫുള്ള് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഞാൻ ഫുള്ള് അത് വൈറ്റ് പേൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഡിസൈനിൻ്റെ ഫൈനൽ ലുക്ക്. കുർത്തിക്കൊക്കെ ചെയ്യാൻ പറ്റിയ നെക്ക് ഡിസൈനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.